ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ഇലയടയാണ്. അപ്പോൾ ഈ ഒരു ഇലയട എന്ന് പറയുന്നത് ഗോതമ്പ് പൊടിയും ശർക്കരയും വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പലഹാരമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് അതിന് തന്നെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ഉപ്പാവുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ മാവ് കുഴച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കുറേശ്ശെ ഒഴിച്ച് മാവ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ആ 1 കപ്പ് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് മാവ് കുഴച്ചെടുക്കുകയാണ്. ഒത്തിരി ലൂസായിട്ടും ഒത്തിരി തിക്കായിട്ടും അല്ല നമ്മുടെ മാവ് വേണ്ടത്. ഒരു സ്റ്റിക്കി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ അടയ്ക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. അങ്ങനെ 1 കപ്പ് വെള്ളം മുഴുവനായിട്ടും നമ്മൾ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്റ്റിക്കി കൺസിസ്റ്റൻസി ആയിട്ട് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡിയായി. ഇനി ഇതിവിടെ മാറ്റി വയ്ക്കുക. ഇനി വേണ്ടത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ നാളികേരത്തിൻ്റെ പകുതി മുറി നാളികേരം ചെറുകിയത് എടുത്തിട്ടുണ്ട്. പിന്നെ 2 അച്ച് ശർക്കരയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ശർക്കര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം എന്തോരം വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു പാനിലിട്ട് അതിനെ വെള്ളം, ഇപ്പോൾ നമ്മൾ നാളികേരത്തിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഒത്തിരി തിക്കാക്കി എടുക്കേണ്ട ആവശ്യമില്ല, വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കേ വേണ്ടൂ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഏലക്കായുടെ മണമൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഏലക്കായുടെ പൊടി കുറച്ച് ഇതിലേക്ക് ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി. ഇനി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ചിട്ടുള്ള വാഴയില ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഇതുപോലെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്നും കുറച്ച് മാവ് എടുത്തിട്ട് ആ ഇലയിലേക്ക് ഇട്ട് കൊടുത്ത് കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ട് ഈ മാവ് നമുക്ക് ഇലയിലൊന്ന് പരത്തി കൊടുക്കണം. അപ്പോൾ കൈ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പതിയെ ഒന്ന് പരത്തി കൊടുക്കുക. കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൈ ഒന്ന് നനച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ല എളുപ്പത്തിന് നമുക്കിത് പരത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വളരെ തിന്നായിട്ട് വേണം നമ്മളിതൊന്ന് പരത്തിയെടുക്കാനായിട്ട്, ഇലയിൽ പരത്തിയെടുക്കാനായിട്ട്. ഒരിത്തിരി കട്ടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇത്രയും നൈസാക്കേണ്ട ആവശ്യമില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആ രീതിയിൽ പരത്തിയെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് തിന്നായിട്ടാണ് പരത്തിയെടുക്കുന്നത്, നല്ല തിന്നായിട്ടാണ്. കാരണം അങ്ങനെ കട്ടി കുറഞ്ഞിട്ടുള്ള അടയാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ച് തിന്നായിട്ട് പരത്തിയെടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ചെറിയ ഒരു ലെയറായിട്ട് അതിന് മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഒരു ഭാഗത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇനി മറുവശം കൊണ്ട് അതൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ഇങ്ങനെ ഒന്ന് കവർ ചെയ്തിട്ട് ആ സൈഡ് ഭാഗം ഒന്ന് കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിങ്ങനെ ഒട്ടിയിരിക്കും, എല്ലാ ഭാഗവും ഒന്ന് ഒട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ പതിയെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു ഇലയട ഇവിടെ റെഡിയായി. ഇതേപോലെ തന്നെ ബാക്കി 4 ഇലയടകളും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചുട്ടെടുക്കാൻ പാകത്തിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് പാനിൽ വെച്ചിട്ടാണ് ഈ ഒരു അട ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ദോശക്കല്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ ദോശക്കല്ലിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ചുട്ടെടുക്കാൻ പറ്റും. അതുപോലെ നോൺ സ്റ്റിക്ക് പാനിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് ദോശക്കല്ലിൽ വെച്ചിട്ടാണ്. കാരണം നോൺ സ്റ്റിക്ക് പാനിലാവുമ്പോൾ ഒത്തിരി ചൂട് കൂടുമ്പോൾ പാനിൻ്റെ ആ മുകൾ ഭാഗത്ത് കോട്ടിങ് ചിലപ്പോൾ പൊളിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഇവിടെ ദോശക്കല്ല് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാനിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട് ദോശക്കല്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ആണ് കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഉണ്ടാക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മുടെ ഇല നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് അടയിൽ നിന്ന് വിട്ട് വരുന്നത് വരെ നമുക്കിതൊന്ന് മൊരിച്ചിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു അട അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പട ഇവിടെ റെഡിയായി. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇല ഇങ്ങനെ കരിഞ്ഞ പോലെ തോന്നിയാലും ഉൾഭാഗത്ത് നമ്മുടെ അടയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മളൊരു ചെറിയൊരു ലെയറായിട്ട് ആ ഒരു ഫില്ലിങ് നിറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ഫില്ലിങ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഞാനിതിന് മുമ്പ് ഇലയില്ലാതെ ഗോതമ്പ് അട എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.